to you. Happy birthday, dear Papa. Winding road, no telling where it goes. Driving through days and nights, won't stop for traffic lights. And I really wanna know if I'll ever figure out where the road goes. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ചേട്ടൻ്റെ ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കൊച്ചു ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ സ്പെഷ്യൽ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ഗസ്റ്റുകളെ വിളിച്ചുള്ള അങ്ങനത്തെ ഫംഗ്ഷനൊന്നുമില്ല. ഞങ്ങൾ വീട്ടിലുള്ളവരൊക്കെ മാത്രം, അനിയത്തി മോനും വന്നിട്ടുണ്ട്, പിന്നെ ഞങ്ങളെല്ലാവരും അത്രയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വലിയ ഫംഗ്ഷനൊന്നും നമ്മൾ വേണ്ടിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. ഇന്നത്തെ ഇവിടെ നല്ല സൂപ്പർ മഴ കേട്ടോ. ഞങ്ങൾക്ക് നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ദിവസമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു മഴ കിട്ടിയത്. കുറച്ച് ദിവസം മുൻപ് ഇങ്ങനെ ഒരു മഴ രാത്രിയിലുണ്ടായിരുന്നു, പിന്നെ വീണ്ടും ചൂട് തന്നെയായിരുന്നു. ഇപ്പോൾ ഇന്നതേ നല്ലൊരു മഴ ദിവസം, നല്ല മഴ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്തോന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഞാൻ ദാ കിച്ചണിലേക്ക് കിടക്കണം. ചിക്കൻ കറി ഉണ്ടാക്കണം, പിന്നെ മീൻ വറുക്കണം. അപ്പോൾ ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചിക്കനായിരുന്നു, അപ്പോൾ അത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ മീൻ ചേട്ടൻ വാങ്ങിച്ചിട്ടുണ്ട് ഒന്ന് വറുക്കാനായിട്ട്. അപ്പോൾ അത് ഞാൻ കഴുകി വാരിക്ക് വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്യാനുള്ള മസാല കാര്യങ്ങളൊക്കെ ഒന്ന് വരക്കണം. പിന്നെ അനിയത്തി അവിടെ സബോളയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്കിനി. അപ്പോൾ കിച്ചണിലേക്ക് തന്നെ വീണ്ടും പോവാം. കുറച്ച് ജോലികൾ ചെയ്ത് ഞാൻ വീണ്ടും ഒന്ന് പുറത്തേക്ക് വന്നതാണ്. നമുക്ക് വീണ്ടും കിച്ചണിലേക്ക് പോകാം. അപ്പോൾ നട്ടർ മീൻ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാനായിട്ട്. പിന്നെ ചിക്കൻ്റെ 2 പാത്രങ്ങളിലായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അനിയത്തിക്കുട്ടി ഉണ്ട്, സിജി എന്നെ ഹെൽപ്പ് ചെയ്യണ്. ക്ലീനിങ്, വെളുത്തുള്ളി ക്ലീനിങ്, പിന്നെ സബോള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തൊക്കെ തന്നുകൊണ്ടിരിക്കണം. ഗുഡ് മോർണിംഗ്. ചേട്ടനും സണ്ണിയും കൂടെ പുറത്ത് പോയേക്കുന്നു. അപ്പോൾ അവർ വരുമ്പോഴേക്കും ഇനി കുക്കിങ് കാര്യങ്ങളെല്ലാം ചെയ്യണം. മിഡു താഴെ താറാവ് കറി ഉണ്ടാക്കുന്നുണ്ട്. എനിക്കിവിടെ മീൻ കറിയാണ്, മീൻ ഫ്രൈയും ചിക്കൻ കറിയും ഉണ്ടാക്കണം. പിന്നെ എന്തെങ്കിലും ഉപ്പേരി സമയം വീട്ടിൽ ഉപ്പേരി ഉണ്ടാക്കണം, ചോറ് വയ്ക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് തിരക്ക് പിടിച്ച ജോലികൾ. അപ്പോൾ വേഗം ഫാസ്റ്റായിട്ട് ജോലികൾ ചെയ്യണം. ഫിഷ് ഇതാ ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കണം. ബാക്കിയുള്ളത് ഇവിടെ ഫ്രൈ ആക്കാനുള്ളതൊക്കെ മസാല പെരട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതേ നമ്മുടെ നാടൻ ചിക്കൻ കറിയിൽ നിന്ന് ഇതാ വിസിൽ വരുന്നുണ്ട്. ഫസ്റ്റ് വിസിൽ ഇതാ വരുന്നു. പിന്നെ ക്ലീനിങ് എല്ലാം ഒരുവിധമൊക്കെ ഞാൻ തീർത്തു. ഇനിയും ഓരോരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്ലീനിങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഉള്ളതൊക്കെ ഞാൻ അപ്പാപ്പ അങ്ങനെ തീർത്ത് വെക്കുകയാണ്. എനിക്കിങ്ങനെ കിച്ചൺ എപ്പോഴും നീറ്റായി കിടക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോന്ന് കാര്യമായി കഴിഞ്ഞാൽ അപ്പം തന്നെ ക്ലീനിങ് നടത്തും. അപ്പോൾ ഇവിടെ നമ്മുടെ റൈസ് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു സെറ്റും കൂടെ വെക്കാമെന്ന് വെച്ചു. ഞങ്ങൾ ഇത്രയും പേരുണ്ടല്ലോ അപ്പോൾ എല്ലാവരും കൂടി ആകുമ്പോൾ റൈസ് കുറവ് വരണ്ടാന്ന് വെച്ചിട്ട് ഒരു ട്രിപ്പും കൂടെ ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. പുറത്തൊക്കെ ഇതാ ഇപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു മഴ ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ. മഴ നിന്ന് പെയ്യുന്നു. പക്ഷെ നാട്ടിൽ വരുമ്പോൾ അങ്ങനെ മഴയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. മഴ കാണാൻ കിട്ടുന്നത് തന്നെ വലിയ സന്തോഷമാണ്. കാരണം ഞങ്ങൾക്ക് യു പി ചെന്നാൽ ഇനി ചൂട് കാലാവസ്ഥയിലേക്ക് ഞങ്ങൾ ചെല്ലണം. നല്ല ചൂടായിരിക്കും. ചേട്ടനും സണ്ണിയും കൂടെ പുറത്ത് പോയിട്ട് അവരെത്തിയിട്ടില്ല ഇതുവരെ. അവർ വന്നിട്ട് വേണം കേക്കൊക്കെ വരുന്ന വഴിക്ക് വാങ്ങിച്ചുകൊണ്ട് വരുമോയെന്ന് അറിയില്ല. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് വേണം കേക്കൊക്കെ വാങ്ങിക്കാൻ പോകാൻ. കേക്ക് വാങ്ങിച്ച് വന്ന് കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് വേണം ഫുഡൊക്കെ കഴിക്കാൻ. ഫുഡും അപ്പോൾ അപ്പോഴേക്കും റെഡി ആവുമെന്നുള്ള പ്രതീക്ഷയിൽ നീങ്ങുന്നു. അതേ ചേട്ടനും സണ്ണിയൊക്കെ എത്താൻ ലേറ്റ് ആവുമെന്ന് പറയണേ. അപ്പോൾ ഇവരിതേ കേക്ക് വാങ്ങിക്കാൻ പോവാ. ആൽവിനും അഞ്ജലിയും കൂടി പോണേ. മഴ പെരുമഴയത്ത് എന്നാലും കുറച്ച് കുറഞ്ഞുണ്ട് മഴ. ഹെൽമെറ്റ് വെക്കുമ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലായിരിക്കും. അപ്പോൾ രണ്ടുപേരും കൂടെ കേക്ക് ഏത് കേക്ക് വാങ്ങിക്കാൻ പോണേ? എങ്ങനത്തെ കേക്കാ? ഓക്കെ. ഹായ് സ്റ്റീവൂട്ടാ, സ്റ്റീവൂട്ട നോക്കിയേ. അപ്പോൾ അഞ്ചും ആൽവിനും കൂടെ കേക്ക് വാങ്ങിക്കാൻ പോകാനുള്ള യാത്രയാണ്. മഴയൊന്ന് കുറച്ച് കുറഞ്ഞു നിൽക്കുന്ന സമയമാണ്.
ഇവരിപ്പോൾ പോകുന്നത് അഷ്ടമിത്രയുള്ള സ്വീറ്റ് പാർലർ എന്ന് പറയുന്ന ആ ബേക്കറിയിലേക്കാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങളെപ്പോഴും ഓരോ ഫംഗ്ഷനുകൾക്കൊക്കെ കേക്ക് കാര്യങ്ങളൊക്കെ ഓർഡർ കൊടുക്കാറ്. കേക്ക്, ഐസ്ക്രീം സാധനങ്ങളൊക്കെ നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്നത് ആ കടയിൽ നിന്ന് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാകുമ്പോൾ നമുക്ക് നല്ല അടിപൊളി കേക്കും അതുപോലെ തന്നെ ഐസ്ക്രീമും അങ്ങനത്തെയൊക്കെ അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് ഒക്കെ അവിടെ നിന്ന് നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇവർ അവിടേക്കാണ് പോണത്. ഇതാണ് ചേട്ടൻ പോരാന്ന് വെറുതെ. അപ്പോൾ ഇവരിതാ കേക്കൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബേക്കറിയിൽ നിന്ന് തന്നെ അവരിതേ നല്ലപോലെ എഴുതി ഡെക്കറേറ്റ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ പാപ്പ എന്നും പറഞ്ഞ് അതും എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കണ്ടാവും. എന്ത് രസമല്ലേ അവർ എഴുതുന്നത് കാണാൻ, നല്ലൊരു ഭംഗിയല്ലേ. അപ്പോൾ അതേ നമ്മുടെ കേക്ക് എത്തിയിട്ടുണ്ട്. കേക്ക് അപ്പോൾ അതേ കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ചു. അപ്പോൾ പപ്പയും സണ്ണിയ ചാച്ചനും വരുന്നവരെ കുറച്ച് നേരം കളിക്കാമെന്നും പറഞ്ഞത് ഇവരിരുന്ന് കാർഡ്സ് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതേ ഞങ്ങൾ കേക്ക് കട്ടിങ്ങിനായിട്ട് അമ്മയുടെ അടുത്തേക്ക് എത്തിയേക്കാട്ടോ. അതേ ഇപ്പോൾ സ്റ്റീവും അമ്മമ്മയും കൂടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് അല്ലേ സ്റ്റീവൂട്ടാ? ഇന്ന് ആരുടെ ബർത്ത്ഡേയാ? അങ്കിളിൻ്റെ ബർത്ത്ഡേക്ക് റെഡി ആയിരിക്കുക. അപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ആ ചേട്ടനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഇതാ ഇവിടെ ഞങ്ങൾ ഒരെണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചേട്ടന് കൊടുക്കാൻ. ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്, ഒരെണ്ണം ആൽവിനും അഞ്ജലിയും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരിതിങ്ങനെ റെഡിയായി ഇതേ തിരിക്കുന്നു. ഒരു കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ കേക്ക് അൺബോക്സ് ചെയ്യുന്നു. ഇങ്ങനെയുണ്ട്. ഇത് റെഡ് വെൽവെറ്റ് അല്ല, റെഡ് വാൻജോ കേക്ക്. ഇത് ആൽവിനും അഞ്ജലിയും കൂടെ പോയിട്ട് സെലക്ഷൻ നടത്തി കൊണ്ടുവന്നേക്കുന്നതാണ്. നോക്കട്ടെ എഴുതിയേക്കുന്നു നോക്കിയിട്ട് പറഞ്ഞോണം. ഹാപ്പി ബർത്ത്ഡേ ഡിയർ പപ്പ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ പപ്പ. സൂപ്പർ. മമ്മി അപ്പൊ അമ്മയുടെ അടുത്ത് വെച്ച് കേക്ക് കട്ട് ചെയ്യാന്ന് വെച്ചപ്പോ അമ്മയ്ക്കും കൂടെ കേക്ക് കട്ടിങ് കാണാമല്ലോ. എന്നാ കട്ട് ചെയ്യാം. അവിടെ കട്ട് Happy birthday to you. May God bless you, dear Mama. May God bless you, dear Mama. May God bless you, dear Papa. Happy birthday to you. Happy birthday. Thank you. Birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday. Happy birthday to you. Thank you. അല്ല അതിന്റെ ഓൾറെഡി സ്കൂളിൽ കുറച്ചിരിക്കണ്ടേ. സ്റ്റീവ് തന്നെ എടുത്ത് കഴിക്കണൊക്കെ. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday. അപ്പൊ അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ് കഴിഞ്ഞു. ഇനി ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ട് മുകളിലേക്ക് പോകണം. അമ്മയുടെ അടുത്ത് വെച്ച് കേക്ക് കട്ട് ചെയ്യാന്ന് വെച്ചിട്ട് ഇവിടെ വെച്ച് കേക്ക് കട്ട് ചെയ്ത് ഇനി ഞങ്ങൾ മുകളിലേക്ക് പോവാം.
ഇനി നമ്മുടെ ഗിഫ്റ്റ് ഗിവിംഗ് ആണ്. ദേ അപ്പൊ അഞ്ചും ആൽവിനും കൂടെ ദേ ഗിഫ്റ്റ് കൊടുക്കണ്. വായിലൊക്കെ കേക്കല്ല അവരുടെ. അപ്പൊ ചേട്ടന് വൺസ് മോർ ഹാപ്പി ബർത്ത്ഡേ. വെരി നൈസ്. ഞങ്ങളൊരു കുഞ്ഞു ഗിഫ്റ്റ്. ഓ കേക്കാണ്. അപ്പൊ ഞങ്ങള് വീണ്ടും മുകളിലേക്ക് തന്നെ പോവാണ്. മുകളില് ഫുഡ് കഴിക്കാനായിട്ട് മുകളിലേക്ക് കയറണം. നമ്മുടെ കറികളൊക്കെ ഇവിടെ മീൻകറി ഇരിപ്പുണ്ട്. ഇത് ഞാൻ ഇന്നലെ വെച്ച കറി കേട്ടോ, മീൻകറി. പിന്നെ നമ്മുടെ നാടൻ ചിക്കൻ കറി ഇതാ കുക്കറിൽ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്താ, പിന്നെ ഇത് നമ്മുടെ മീൻ വറുത്തത്, മീൻ ഫ്രൈ. അപ്പോൾ ഇതൊക്കെ കൂട്ടി. പിന്നെ മിഡു താറാവ് കറി കൊണ്ടുവരുന്നുണ്ട് താഴേന്ന്. അപ്പോൾ മിഡുവിൻ്റെ താറാവ് കറിയും ഇപ്പം തന്നെ എത്തും. നമുക്ക് വേഗം ടേബിൾ മേലേക്കൊക്കെ സെർവ് ചെയ്ത് വയ്ക്കാം. ഇത് മിഡുവിൻ്റെ താറാവ് കറി കാണുമ്പോൾ തന്നെ നല്ല ഭംഗി. ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് സൂപ്പർ. നാടൻ താറാവും നാടൻ കോഴി. ബാബാ ഫുഡ് കഴിക്കുക. അപ്പൊ ഞങ്ങൾ അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ബർത്ത്ഡേ ഫുഡ് കഴിക്കാം കേട്ടോ. അപ്പൊ ചെറിയൊരു ഗെറ്റ് ടുഗെദർ. നമ്മൾ വേറെ ഗസ്റ്റുകളെ ഒന്നും വിളിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ റെഡ് വെൽവെറ്റിന്റെ തന്നെ ഐസ്ക്രീമും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അഞ്ജലിയും ആൽവിനും കൂടെ സെലക്ട് ചെയ്ത് വാങ്ങിച്ചുകൊണ്ടുവന്ന ഐസ്ക്രീം ആട്ടോ. നല്ല ഐസ്ക്രീം ആയിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ ലഞ്ച് കഴിച്ചു കഴിഞ്ഞിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചു. അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് നമ്മുടെ ചേട്ടൻ ആയിട്ടിരിക്കുന്ന ഗിഫ്റ്റ് ഒക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഐസ്ക്രീം ആദ്യം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം. അപ്പം അങ്ങനെ ഇതേ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ ബർത്ത്ഡേ ലഞ്ചൊക്കെ തീർന്നു. ഇനി ഇതേ അടുത്തത് ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ്. അപ്പോൾ ചേട്ടൻ്റെ ഡ്യൂട്ടിയാണ് ഇനി ഗിഫ്റ്റ് അൺബോക്സിങ്. തുറന്നോളൂ. 4 പാക്കറ്റുകൾ കിട്ടിയിരിപ്പുണ്ട്. ഓരോന്നോരോന്ന് തുറന്നു. 4 ഉള്ളൂ. ഇത് ഏതാ പേരൊന്നും എഴുതിയിട്ടില്ല അല്ലേ? ഒരേ കടയിൽ നിന്ന് 2 ഗിഫ്റ്റ്, 3 ഗിഫ്റ്റ് ഒരേ കടയിൽ നിന്ന് 3 ഉണ്ട്. സൗന്ദര്യ ടെക്സ്റ്റൈൽസ് അവിടെ വെച്ച് ബോക്സ് കൊള്ളാം. സ്റ്റീവിന്റെ ഡ്രസ്സിന്റെ വരിയുണ്ട്. അടിപൊളി. വണ്ടർലയിലൊക്കെ പോണ്ടെങ്കിൽ തരാമേ. ഇല്ലേ? എന്തായാലും കൊള്ളാം. അടിപൊളി ഗിഫ്റ്റ്. അപ്പൊ ആരുടെ ഏതൊക്കെയൊന്നും പേരെഴുതിയിട്ടില്ല. 2-3 ഗിഫ്റ്റുകളുണ്ട്. അപ്പൊ അതെല്ലാം കൊണ്ട് ഒക്കെ അതെ. ഈ അടുത്തുനിന്ന് ഷർട്ടിനോ ടീഷർട്ടാണോ? പറഞ്ഞ ടീഷർട്ടായിരുന്നു. അപ്പൊ ഇത് ആൽവിൻ അഞ്ജുവിന്റെ ആണ് അതിന്റെ അർത്ഥം. ഇത് സണ്ണിയുടെ. അടിപൊളി. ഇത് മറ്റേ കോളറല്ലേ? എന്താ ചൈനീസ് കോളർ. നല്ലതാ, സൂപ്പർ. അപ്പൊ സണ്ണി ഫാമിലിക്ക് താങ്ക് യു. ഇനി എന്റെ തുറക്കൂ. എന്റെ സൗന്ദര്യ ബോക്സ്. കാണികളായിട്ടാക്കിയാൽ 3-5 പേരേ ഉള്ളൂ. ഇവിടെ 3 പേരും അവിടെ 3 പേരും. ബാക്കിയുള്ളവരൊക്കെ ഉറക്കത്തിൽ പോയി. അത് ഗ്രീൻ. അടിപൊളി, സൂപ്പർ. നേരത്തെ ഫസ്റ്റത്തെ ബ്ലൂവിന് പകരം അല്ലേ? അല്ല, ബ്ലൂവിന്റെ തന്നെ കളർ ചേഞ്ച്. വൈറ്റ് പോലെ നമ്മൾ കണ്ടത്. 3 ടീഷർട്ട്. ഇനി പറഞ്ഞ സിജിയുടെ ഗിഫ്റ്റ് അൺബോക്സ്. ഓ അടിപൊളി, സൂപ്പർ. ഇല്ലാത്ത കളറാണല്ലോ. നന്നായിട്ട് കേട്ടോ അല്ലേ? നല്ലതാ. പാകം എന്നെനിക്ക് തോന്നുന്ന. ഇട്ട് നോക്കി കഴിയുമ്പോൾ കറക്റ്റ് അറിയാം. അപ്പൊ എന്തായാലും കൊള്ളാം. അപ്പോൾ സിജി ഫാമിലിക്ക് താങ്ക് യു. അടിപൊളി, സൂപ്പർ. അപ്പൊ താങ്ക് യു.
ചേട്ടൻ ദേ സിജി കൊടുത്ത ടീഷർട്ട് ഓൾറെഡി ഇനാഗുറേഷൻ നടത്തി. കൊള്ളാം, അടിപൊളിയാണ്. സൈസ് കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തു. എത്ര എണ്ണം? 4 ടീഷർട്ട്. അപ്പം അങ്ങനെ ഇന്നത്തെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷമൊക്കെ അടിപൊളിയായി അവസാനിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുവരെയും ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.